നമസ്കാരം. ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് രവി. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്താണ്. 55 വർഷമായി അവിടെ സ്ഥിരതാമസമായി. സർക്കാർ ജോലിയായിരുന്നു. ഇപ്പോൾ പെൻഷൻ പറ്റിയിട്ട് കുടുംബജീവിതം. ഇപ്പം ആയുർവേദ ചികിത്സ നടത്തി വരുന്നത് എന്തിനൊക്കെയാണ്? ആർട്ട് സംബന്ധമായിട്ടൊരു നടക്കുമ്പോഴെല്ലാം ഞാൻ കൃഷി സ്ഥലത്തേക്കെല്ലാം പോകുമ്പോൾ ഏറ്റവും ഇറക്കമുള്ള സ്ഥലമായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നി. അങ്ങനെയാണ് അവിടെ ഒരു അലോപ്പതി ഡോക്ടറെ കാണിച്ചത്. അപ്പം അങ്ങനെ ഈ അറ്റാക്കിൻ്റെ വേരിയേഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവർ 2-3 സ്ഥലത്തേക്ക് അവർ കടലാസ് എഴുതി തന്നെങ്കിലും കൂടിയിട്ട് അപ്പോഴാണ് ഞാൻ സുബ്രഹ്മണ്യ ഫാർമസിയിലെ വൈദ്യരെ പറ്റിയിട്ട്, വൈദ്യരെടുത്ത് നേരത്തെ വരാറുണ്ടായിരുന്നു, എന്നാലും ഇങ്ങനത്തെ ചികിത്സയ്ക്കൊന്നും ഇന്നുവരെ വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നി എന്നാൽ ഇവിടെ വന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് രാജരത്നം വൈദ്യർ മകനെ സനൽകുമാറിനെയും കണ്ടു സന്ദർശിച്ചു. അപ്പോൾ അവർ ചികിത്സിച്ച് അവർ പറഞ്ഞു അത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി തരാം, ഇതൊന്നും പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് 1 മാസത്തേക്കുള്ള മരുന്നുകൾ തന്ന് എന്നെ പറഞ്ഞയച്ചു. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ ഒരു ആശ്വാസം. നടക്കുന്നതിനൊന്നും കൃഷി സ്ഥലത്ത് പോകുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഇവിടെ ഒന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ വളരെ ഹാപ്പിയാണല്ലോ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല, ഇങ്ങനെ മറ്റുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു 2 മാസം കൂടി തുടർന്ന് മരുന്ന് കഴിക്കുക, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള ചികിത്സയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വരാൻ കാരണം. ഇവിടെ വന്ന് എത്തിപ്പെട്ടത് വളരെയധികം ഒരു സന്തോഷം. ഇന്ന് എനിക്ക് 76 വയസ്സായി. ഇന്ന് ഞാൻ ഓടിപ്പാടി നടക്കുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ ആണ് ജനങ്ങൾ വരേണ്ടത്. കാരണം മറ്റുള്ള ഇംഗ്ലീഷ് മരുന്നും അതും ഇതൊക്കെ പലതരത്തിൽ കുടിച്ചിട്ട് ഞാൻ കുറേ ഗുളികകൾ കുടിച്ചതാണ്, പക്ഷേ അതുകൊണ്ടൊന്നും എനിക്കൊരു ആശ്വാസം കിട്ടിയില്ലായിരുന്നു. ഇത് ആയുർവേദ മരുന്ന് കുടിച്ചതിന് ശേഷമാണ് എനിക്ക്, അതും ഇവിടെ സുബ്രഹ്മണ്യ ഫാർമസിയിൽ വന്നിട്ട് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് വളരെയധികം സമാധാനമുണ്ട്. ഇപ്പം അതേപോലെ എൻ്റെ കുടുംബത്തിൽ ഒരു പനി വരെ വന്നാൽ ഇവിടുന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു മരുന്ന് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതൊരു വിശ്വാസം കൂടാണ്. പിന്നെ അതുകൂടാതെ ജനങ്ങൾക്കൊരു വളരെയധികം ആശ്വാസമുള്ളൊരു കാര്യമാണ്. ഈ ആൻജിയോപ്ലാസ്റ്റി ആദ്യമായിട്ട് ചെയ്തത് എപ്പോഴായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഏകദേശം എത്ര കാലമാണ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നത്? അതിനുശേഷം ആ മരുന്നുകൾ നിർത്താനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ആൻജിയോപ്ലാസ്റ്റ് ഉടനെ തന്നെ അതേമാതിരി രണ്ടാമത്തെ എനിക്കൊരു ഒരു അസ്വസ്ഥത വന്നപ്പോൾ ഒരു ഡോക്ടറെ എടുത്ത് പോയി പറഞ്ഞ ഉടനെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഷ്ടി മരുന്ന് കഴിച്ചോളൂ. അപ്പോഴത്തെ എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ വന്നു. കിടപ്പ് തന്നെയായി. ഒരു ദിവസം 23 ഗുളിക വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് നടക്കാൻ പറ്റാത്തൊരു ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ വന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള പ്രതിവിധിയായിട്ട് എനിക്ക് അങ്ങനെ 3 മാസം ഇവിടുന്ന് തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയത്. അതാണ് മെയിനായിട്ട് വരാൻ കാരണം അന്ന് എനിക്ക് നടക്കാൻ പറ്റാതെന്ന് പറഞ്ഞാൽ കിടപ്പ് തന്നെ ആയിപ്പോയി. പിന്നെ ആ ഗുളികളെല്ലാം മാറ്റി. പിന്നെ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ടില്ല. ഇപ്പോഴും ഇവിടുത്തെ മരുന്നാണ്. ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസമുണ്ട്. ഒരു ഓടുന്നതിനും ചാടുന്നതിനോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കയറ്റം കയറുന്നതിനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ആയുർവേദ ചികിത്സയിലൂടെ കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ തുടരുന്നതിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? എനിക്ക് ഈ ആയുർവേദ ചികിത്സ തുടങ്ങിയതിന് ശേഷം എന്നെ സംബന്ധിച്ചു വളരെയധികം ആശ്വാസമാണ് എനിക്കുള്ളൂ. ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഞാനൊരു കൃഷിക്കാരനാണ്. അപ്പോൾ അത് കാരണം എപ്പോഴും ജോലിക്കാരും അല്ലാണ്ടോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും അങ്ങോട്ട് തോട്ടത്തിൽ പോകലോ അവിടുന്ന് വരലോ അങ്ങനെ കൃഷിക്കാരെ കൂടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ചു കാലം എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്ന് എനിക്ക് അവരുടെ കൂടെ നിന്ന് എല്ലാ ജോലികളും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്കുള്ളൊരു ആശ്വാസം. അതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. മറ്റെനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ രാവിലെ എല്ലാവരും പറയും രാവിലെ കുറേ നടക്കണമെന്നോ, അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ജോലിക്കാരെ കൂടെ ഞാൻ നടന്ന് വരുന്നു. എനിക്കൊരു ക്ഷീണമോ അങ്ങനത്തെ ഒന്നുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉന്മേഷം. അത് തന്നെയാണ്. കിതപ്പ് അല്ലെങ്കിൽ നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന അങ്ങനത്തെ ഒരു ശ്വാസതടസ്സം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മുൻപ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ വളരെ ഒരു പൊതുവെ എന്താ പറയുക, ആർട്ടിന് തന്നെ എന്തോ ഒരു സുഖം കിട്ടിയമായിരിക്കണം തോന്നുന്നു. പിന്നെ ശരീരത്തിൽ മറ്റൊരു ക്ഷീണോ മറ്റൊന്നുമില്ല. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു.
ഈ ആൻജിയോഗ്രാം ചെയ്തത് എപ്പോഴായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടോ? അതിനുശേഷം തുടർന്ന് എത്ര കാലം മരുന്ന് കഴിക്കാനാണ് അവർ നിർദ്ദേശിച്ചത്? പിന്നീട് ഏതൊരു സാഹചര്യത്തിലാണ് അത് നിർത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അത് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷത്തോളമായി. 1.5 വർഷം മുമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ഞാൻ മരുന്നിന് ഓരോ മാസം 3 മാസം അടുപ്പിച്ച് മരുന്ന്, 3-ാമത്തെ മാസം മരുന്നിന് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായിട്ട്? ഞാൻ 7 വർഷമായിട്ട് ഇത് കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി, ജീവിതകാലം മുഴുവൻ ഞാൻ ഈ മരുന്ന് കഴിച്ചതിന് അടിമയാവും എന്നുള്ളൊരു ബോധം എനിക്ക് വന്നതിൻ്റെ പേരിലാണ് ആ 3 മാസത്തെ മരുന്ന് മാത്രമേ ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരെ ആയുർവേദത്തിലേക്ക് വന്നിട്ട് ആയുർവേദ മരുന്നാണ്. ആ 3 മാസം കൊണ്ട് തന്നെ ഞാൻ എനിക്ക് എണീക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ശ്രീധരനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ 7 വർഷമായിട്ട് ആൻജിയോഗ്രാഫി ചെയ്തിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം കിട്ടിയത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ജീവിതകാലം വരെ മരുന്ന് ഒഴിവാക്കാൻ പറ്റില്ല ഈ രോഗത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്താണെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈദ്യരെ പറ്റിയിട്ട് അറിഞ്ഞ് ഞാനിവിടെ വന്ന് ഇതിലേക്ക് തുടരാൻ കാരണം. അപ്പൊ ഈ മരുന്ന് ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു കാലയളവിലോ അല്ലെങ്കിൽ അതിന്റെ ശേഷം എപ്പോഴെങ്കിലും ECG, എക്കോ പോലെയുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിൽ ഒരു പ്രാവശ്യം എക്കോ ടെസ്റ്റ് ചെയ്തു, ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടുത്തെ ബത്തേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ. അപ്പം എന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് തുടർച്ചയായിട്ട് പിന്നെ ഈ ആയുർവേദ മരുന്ന് ഇനി കഴിച്ചിട്ടുള്ളൂ, വേറെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ആയുർവേദ ചികിത്സ തുടരുന്നത് സുരക്ഷിതമാണ് എന്ന് ഒരു അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും 100%. ആയുർവേദം എന്ന് പറഞ്ഞ വാക്ക് തന്നെ അതിനൊരു അർത്ഥമുണ്ട്, ആയുസ് വെറുക്കി കിട്ടുന്നത് തന്നെയാണ് എൻ്റെ ഒരു ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ അത് വളരെയധികം ഇന്നത്തെ കാലത്ത് വളരെയധികം ആശ്വാസം, 100% നമുക്ക് അതിനെ തന്നെ നമ്മൾ ഇത് ചെയ്യണം. അത്രയ്ക്ക് വിശ്വാസമാണ്, ആയുർവേദമാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ശരീരത്തിനും എല്ലാം കൊണ്ടും.